നടനും അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളറും ചലച്ചിത്ര രംഗത്ത് സജീവവും ഒക്കെ ആയിരുന്ന നമ്മുടെ മേജർ രവിയുടെ സഹോദരനുമായ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു. അപ്പോൾ ഇന്ന് വെളുപ്പിന് ഞാനിങ്ങനെ വാട്സപ്പ് നോക്കുന്ന സമയത്ത് 1 മണിക്കാണ് കണ്ണൻ പട്ടാമ്പി അന്തരിച്ച അദ്ദേഹത്തിൻ്റെ സഹോദരൻ മേജർ രവി അറിയിച്ചിരിക്കുന്നത്. പിന്നീടാണ് ഞാൻ ഈ കണ്ണൻ പട്ടാമ്പിയെക്കുറിച്ച് തന്നെ ആലോചിക്കായിരുന്നു. മാത്രമല്ല ഈ മേജർ രവിയുടെ പടങ്ങളിൽ മാത്രമല്ല മറ്റ് ചിത്രങ്ങളിലൊക്കെ തന്നെ ഈ കണ്ണൻ പട്ടാമ്പി അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല കുറേ കാലം അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു. പുലിമുരുകൻ, വെട്ടം, കിളിച്ചുണ്ടൻ മാമ്പഴം, മിഷൻ 90 ഇങ്ങനെയുള്ള കുരുക്ഷേത്രം തുടങ്ങി 10-21 ചിത്രങ്ങളിൽ കണ്ണൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള എത്രയോ കാലമായി അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് കണ്ണൻ. കണ്ണനെ സിനിമാ രംഗത്തെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. വളരെ ജാഗ്രതയും സജീവതയും ഉള്ള ഒരു ചെറുപ്പക്കാരായിരുന്നു കണ്ണൻ്റെ വിയോഗം ഒരു സിനിമാ രംഗത്ത് തീർച്ചയായിട്ടും ഒരു നഷ്ടം തന്നെയാണ്. ആദരാഞ്ജലികൾ നേരുന്നു. ഒരുപക്ഷെ ഈ കണ്ണൻ്റെ ഹലോ ഷംന ഇപ്പോൾ പാലക്കാട് നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ഷംന, ഈ ഞാങ്ങാട്ടിരിയിലാണ് സംസ്കാരമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ ഭൗതിക ശരീരം എവിടെയാണ് വച്ചിട്ടുള്ളത്? SK ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു പട്ടാമ്പിയിലെ ഞാങ്ങാട്ടിരിയിലെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഈ അന്ത്യം ഉണ്ടാകുന്നത്. ലിവർ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീടാണ് വീട്ടിൽ വെച്ച് ഈ മരണം സംഭവിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം രാത്രി 12 മണിയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിരവധി സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടനായി മാറിയ ഒരാളാണ്. വെട്ടം, കീർത്തി ചക്ര തുടങ്ങിയ ചിത്രങ്ങൾ, അതുപോലെ പുലിമുരുകൻ, ഒടിയൻ, അങ്ങനെ നിരവധി ചിത്രങ്ങളുണ്ട്. 12th മാൻ ആണ് അവസാനത്തെ ചിത്രം. 2022 പുറത്തിറങ്ങിയ 12th മാൻ ആണ് അവസാന ചിത്രം. എന്തായാലും ഈ മൃതദേഹം ഇപ്പോൾ ഉള്ളത് ഞാങ്ങാട്ടിരിയിലെ വീട്ടിലാണ്. വൈകിട്ട് 4 മണിയോട് കൂടിയാണ് സംസ്കാരം. ഓക്കെ, ഐശ്വര്യൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഞാങ്ങാട്ടിരിയിലെ വീട്ടുവളപ്പിൽ നടക്കും. കുറേ കാലമായി അദ്ദേഹം രംഗത്തുണ്ട്. റിലീസ് ആവാനിരിക്കുന്ന റേച്ചൽ എന്ന സിനിമയാണ് ഏറ്റവും അവസാനം അഭിനയിച്ച ചിത്രം. കണ്ണൻ കുറച്ചധികം കാലമായി മേജർ രവിയോടൊപ്പം സഹായിയായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമാ സംരംഭങ്ങളിലൊക്കെ തന്നെ സഹോദരൻ ഉണ്ടായിരുന്നു. കുറച്ചധികം കാലമായി ഇദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യം ബാധിച്ച ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. എന്തായാലും കണ്ണൻ്റെ മരണം മൂലം ഉണ്ടായ ഈ വിയോഗത്തിൻ്റെ വേദനയിൽ നിന്ന് കടന്നു പോകാൻ അവരുടെ വീട്ടുകാർ കഴിയട്ടെ എന്ന്. മരണം എപ്പോഴും രംഗബോധമില്ലാത്തൊരു കോമാളിയെ പോലെ കടന്നു വരും. അത് ആരിലേക്ക് കടന്നു വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു നിശ്ചയമില്ല ഒന്നിനും തിരിയാ ലോകരഹസ്യമാർക്കും എന്ന് കവി പറഞ്ഞതുപോലെ മരണം ചില ആൾക്കാരെ നേരത്തെ കൊണ്ടുപോയി എന്ന് വരും. ഒരു നദിയിലൊഴുകുന്ന 2 തടിക്കഷ്ണങ്ങൾ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയും. ചിലപ്പോൾ പിന്നാലെ പോകുന്ന തടിക്കഷ്ണം ഒഴുകി മുന്നിൽ കയറുന്ന തടിക്കഷ്ണം ചിലപ്പോൾ പിന്നാലെയാകും. ഇതുപോലെ തന്നെയാണ് ഈ ഭൗതിക ജീവിതത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥയെന്ന് പറയുന്നത്. ഓക്കെ, കണ്ണൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.